ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു വലിയ നോമ്പിൻ്റെ അനുഭവത്തിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അനുദിനം ക്രിസ്തുവിൽ വസിക്കുന്നതിനും ശരീരത്തിലും മനസ്സിലും ആത്മാവിലും പുതുക്കവും രൂപാന്തരവും പ്രാപിച്ച് പുതിയ ഒരു സൃഷ്ടിയായി തീരുവാനും നോമ്പിൻ്റെ ഈ നാളുകൾ നാം പ്രയോജനപ്പെടുത്താം. സ്വന്തം മരണത്താൽ നമ്മുടെ മരണം ഇല്ലാതാക്കുകയും അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ ക്രൂശിൽ യാഗമായി അർപ്പിക്കുകയും ചെയ്ത കാൽവറിയിലെ ആ വലിയ സ്നേഹത്തെ ഓർക്കുകയും ധ്യാനിക്കുകയും ചെയ്തുകൊണ്ട് നമ്മുടെ നോമ്പും പ്രാർത്ഥനയും ദൈവത്തിന് പ്രസാദമുള്ളതായി തീരുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ അല്പനേരത്തേക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. യോഹന്നാൻ 15-ന്റെ 1 മുതൽ 14 വരെ. അതിലെ 8-ാം വാക്യം: നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ എൻ്റെ പിതാവ് മഹത്വപ്പെടുന്നു, അങ്ങനെ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാകും. ഇവിടെ ഫലപ്രദമായ ഒരു ജീവിതത്തെക്കുറിച്ചാണ് പ്രസ്താവിച്ചിരിക്കുന്നത്. മുന്തിരിവള്ളിയും കൊമ്പുകളും തമ്മിലുള്ള സംബന്ധം പോലെ തന്നെയാണ് യേശുവും തൻ്റെ ശിഷ്യന്മാരും തമ്മിലുള്ള ബന്ധമെന്നത്രേ ഈ അധ്യായത്തിൽ പ്രസ്താവിച്ചിരിക്കുന്നത്. ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. നമ്മുടെ അനുഗ്രഹിക്കപ്പെട്ട കർത്താവും തൻ്റെ ശിഷ്യരായ നാമും തമ്മിൽ എത്ര കണ്ട് ഒന്നായി വർദ്ധിക്കേണ്ടതാകുന്നു എന്ന് ഇതിൽ നിന്ന് ഗ്രഹിക്കാവുന്നതാകുന്നു. യേശു ആകുന്ന താഴ്വള്ളിയിൽ നിന്ന് വേർപ്പെടുന്ന ഉടനെ തന്നെ കൊമ്പുകൾ വാടി ഉണങ്ങിപ്പോകുന്നു. യേശുവുമായുള്ള ഈ ബന്ധം പാലിച്ച് കൊണ്ടുപോകുന്നതിന് ചില നിബന്ധനകൾ നാം നിറവേറ്റേണ്ടതായിട്ടുണ്ട്. എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കും. കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്പാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്കും കഴിയുകയില്ല. നാം ഏവരും യേശുവിൽ തന്നെ വസിക്കണം. യേശുവിൽ നിന്ന് ഒരിക്കൽ പോലും വേർപെട്ടവരായി തീരരുത്. അപ്പോൾ മാത്രമേ നമുക്കിവിടെ ഉണങ്ങാതെ പച്ചയുള്ളതായി ജീവനുള്ളവരായി ഫലം കായ്ക്കുന്നതിന് സാധിക്കുകയുള്ളൂ. വിശിഷ്ട സ്വഭാവ ഗുണമാകുന്ന ഫലം നമ്മിൽ ഉണ്ടാകട്ടെ. വിശുദ്ധ ജീവിതമത്രയത്. നാം പറയുന്നതോ പ്രസംഗിക്കുന്നതോ അല്ല, നാം സാക്ഷാൽ എന്താകുന്നു എന്നുള്ളതിനത്രേ വില കൽപ്പിക്കേണ്ടത്. നമ്മുടെ പ്രസംഗങ്ങൾ കൊണ്ട് യേശുവിന്റെ നാമം മഹത്വപ്പെടുന്നില്ല. എന്നാൽ നാം അവനെ അനുഗമിക്കുന്നതിൽ അവൻ ഇഷ്ടപ്പെടുന്നു. അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടക്കുന്നത് പോലെ നടക്കേണ്ടതാകുന്നു. നമ്മുടെ അധരഫലം എപ്പോഴും പുഷ്ടിയുള്ളതായി നമ്മിൽ നിന്ന് പുറപ്പെടട്ടെ. നമ്മുടെ സാക്ഷ്യം പരമാർത്ഥതയുള്ളതായിരിക്കട്ടെ. യഹോവയെ ഭയപ്പെടുന്നവൻ മിക്കപ്പോഴും തമ്മിൽ സംസാരിച്ചു. ആദിമ ക്രിസ്ത്യാനികൾ എല്ലായിടവും സഞ്ചരിച്ചു, വചനം പ്രസംഗിച്ചു എന്ന് നാം വായിക്കുന്നു. നിങ്ങൾ എൻ്റെ സാക്ഷികളാകുന്നു. നമ്മുടെ സ്നേഹിതരെ കുറിച്ച് സംസാരിക്കുന്നതിന് നാം എത്ര സന്തോഷം പ്രദർശിപ്പിക്കുന്നുണ്ട്. നിങ്ങളെ ഞാൻ സ്നേഹിതരെന്ന് വിളിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ കർത്താവിനെ പറ്റി സംസാരിക്കുന്നവർ എത്ര ചുരുക്കം. ആത്മാക്കളെ കർത്താവിങ്കിലേക്ക് നേടുന്നത് മൂലം നമ്മുടെ ഫലങ്ങൾ നാം പുറപ്പെടുവിക്കേണ്ടതാകുന്നു. ഇത് നമ്മുടെ എല്ലാവരുടെയും ചുമതലയാകുന്നു. നിങ്ങൾ പോയി എനിക്ക് ശിഷ്യരെ നേടുവിൻ. ഇത് നമ്മുടെ കർത്താവിന്റെ കൽപ്പനയാകുന്നു. ദൈവത്തിൽ വിശ്വസിച്ച് ദൈവത്തിൽ പ്രത്യാശ വെച്ച് മുന്നേറുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. അതിനായി ദൈവം നമ്മെ എല്ലാവരെയും ഇടയാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, എല്ലാ സാഹചര്യങ്ങളിലും അങ്ങേയ്ക്കായി നിൽക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശുവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ.